ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ടി-20 പരമ്പരയിലെ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളുടെയും അതേപോലെ തന്നെ പരിശീലക സംഘങ്ങളുടെയും പ്രകടനം BCCI അവലോകനം ചെയ്യുന്നത് വ്യാഴാഴ്ച നടന്ന 4-ാം ടി-20 മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് 9 വിക്കറ്റിന് കനത്ത തോൽവി വഴങ്ങിയതോടുകൂടിയിട്ട് ശ്രേയസ് അയ്യർ നയിക്കുന്ന ഇന്ത്യൻ ടീം തുടർച്ചയായ തോൽവികൾക്കൊടുവിൽ പരമ്പരയും കൈവിട്ടിരിക്കുകയാണ്. തുടർച്ചയായ പരമ്പരകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ടീമിൻ്റെയും അതേപോലെ തന്നെ കോച്ചിങ് സ്റ്റാഫുകളുടെയും പ്രകടനം വിലയിരുത്താൻ BCCI തീരുമാനിച്ചിരിക്കുന്നത്. കളിക്കാരുടെയും പരിശീലക സംഘത്തിൻ്റെയും പ്രകടനം വിലയിരുത്തുക വഴി പലരുടെയും സ്ഥാനം തെറിക്കുമെന്നുള്ള കാര്യം ഏകദേശം തീരുമാനമായിരിക്കുകയാണ് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന് 2027 വരെയാണ് കരാറുള്ളത്. കഴിഞ്ഞ മാർച്ചിൽ തങ്ങളുടെ 3ാമത്തെ ടി-20 ലോകകപ്പ് കിരീടം നേടിയതിനു ശേഷം ഇതുവരെയും ഇന്ത്യ ഒരു ടി-20 പോലും ജയിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആദ്യം അയർലൻഡിൻ്റെ ടി-20 പരമ്പര തോൽവി വഴങ്ങിയ ശേഷം പിന്നീട് ഇതിപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടുള്ള പരമ്പര നഷ്ടമായിരിക്കുകയാണ് തുടർന്ന് ഇംഗ്ലണ്ടിനെതിരായിട്ട് തുടർച്ചയായ 3 മത്സരങ്ങളാണ് തോറ്റത്. അതേപോലെ തന്നെയായിരുന്നു അയർലൻഡിൻ്റെയിലും 2 മത്സരം ഉണ്ടായിരുന്നു. ആ ഒരു 2 മത്സരങ്ങളും തുടർച്ചയായി തോൽക്കുകയുണ്ടായിരുന്നു. ശ്രേയസ് അയ്യറിൻ്റെ കീഴിൽ നടന്ന ആദ്യത്തെ 2 പരമ്പരകളായിരുന്നു ഇത്. ആ 2 പരമ്പരകളും ഇന്ത്യക്ക് നഷ്ടവുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് BCCI ഇവരുടെ പ്രകടനം വിലയിരുത്താനും അഥവാ പ്രകടനം മെച്ചമല്ലാത്തവരെല്ലാം എടുത്ത് മാറ്റാനുള്ളൊരു തീരുമാനം എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ടീമിനെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ മാറ്റി ശ്രേയസ് അയ്യരിനെ നിയമിച്ചതിലെ യുക്തിയും അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ലോകകപ്പ് നേടിക്കൊടുത്ത സഞ്ജു സാംസന്റെ ടീമിൽ നിന്നും വെറും 3 മത്സരങ്ങൾ മാത്രം പരീക്ഷിച്ച് മാറ്റിയതും ഈ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനു പുറമെ സംശയാസ്പദമായ ടീം തിരഞ്ഞെടുപ്പ് അതേപോലെ തന്നെ അവരുടെ രീതികൾ എല്ലാം പരിശീലകൻ ഗംഭീറിൻ്റെ തലയിൽ വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല ഇന്ത്യ ഇംഗ്ലണ്ട് ടി-20 പരമ്പരയിലെ അവസാന മത്സരമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഇന്നത്തെ മത്സരം കൂടി ഇന്ത്യ തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗംഭീറിനും സംഘത്തിനും അത് വലിയ തിരിച്ചടിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അതേപോലെ തന്നെ ഈ ഒരു സിംബാബ്വെ പരമ്പര കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടരുമോ അതോ പ്ലേയിങ് 11-ൽ തുടരുമോ സ്ക്വാഡിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. എന്തായാലും ഒരു ബാറ്റർ എന്ന നിലയിൽ ശ്രേയസ് അയ്യർ നല്ലൊരു ബാറ്റ്സ്മാൻ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടി-20 പരമ്പരയിൽ ഏറ്റവും നല്ല ബാറ്റിംഗ് മികവ് കാണിക്കുന്നത് അദ്ദേഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ബാറ്റർ എന്ന നിലയിൽ തന്നെ മിഡിൽ ഓർഡറിൽ കളിപ്പിക്കണമെന്ന് തന്നെയാണ് ഇന്ത്യൻ ടീം ആരാധകരുടെ ആവശ്യം.